ബട്ടർ ചിക്കന് വേണ്ട ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ എല്ലില്ലാത്ത 1 കിലോ, കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ബേ ലീവ്സ് 1, ഏലക്ക 5, ഗ്രാമ്പൂ 4, 1 കഷ്ണം കറുകപ്പട്ട, നല്ല ജീരകം 1 ടീസ്പൂൺ, ബട്ടർ 2 ടേബിൾ സ്പൂൺ, മല്ലിയില 2 തണ്ട്, സവാള 2 മീഡിയം സൈസ്, ഇഞ്ചി 1 വലിയ കഷ്ണം, പച്ചമുളക് 4, വെളുത്തുള്ളി 1 കുടം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക. കാഷ്യൂ നട്ട്സ് 100 ഗ്രാം, അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക. കെച്ചപ്പ് 3 ടേബിൾ സ്പൂൺ, ഫ്രഷ് മിൽക്ക് ക്രീം 1/2 ലിറ്റർ, കസൂരി മേത്തി 1 ടേബിൾ സ്പൂൺ, തക്കാളി 4 എണ്ണം. ഇനി ചിക്കനിൽ പുരട്ടി വെക്കാനുള്ള മസാല കൂട്ട് വേറെ ആണ്. അത് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി ചില്ലി തന്നെ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഉപ്പ് പാകത്തിന്. ചിക്കൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്ത് നീളത്തിൽ, അതിനുശേഷം അതിലേക്ക് ഈ ചേരുവകൾ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് വറുത്ത് കോരാം. ഒരു പാൻ വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ബട്ടർ. അധികം ബട്ടർ ചേർക്കുന്നില്ല, കാരണം ബട്ടർ അധികം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. അത് മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, വറുക്കാൻ ആവശ്യത്തിനുള്ളത്. ഓയിൽ ഒഴിച്ച് കൊടുത്ത് അധികം മൂപ്പ് ഇല്ലാതെ തന്നെ വറുത്ത് കോരാം. ചെറുതായിട്ട് നിറം മാറുമ്പോൾ തന്നെ മുഴുവനായും വറുത്ത് കോരണം. അധികം മൂത്ത് പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഭാഗമാകുമ്പോൾ തന്നെ നമുക്ക് വറുത്ത് കോരാം. ഇനി ആ ഓയിലിലേക്ക് തന്നെ നമുക്ക് ലീവ്സ്, ബേ ലീവ്സും, കറുക, ഏല, ഗ്രാമ്പു, ജീരകം ഇവ ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ 3 ചേർത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്തതിന് ശേഷം 2 സവാള അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് ഇളക്കിയിട്ടതിന് ശേഷം നന്നായിട്ട് ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് നമുക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം, കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ എടുത്തു വെച്ച മല്ലി, മുളക്, ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം. ഇവ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ടൊമാറ്റോ 4 എണ്ണം അത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മൂക്കണം. ഇത് നന്നായിട്ട് മൂത്ത് നന്നായിട്ട് കളറ് മാറി ബ്രൗണായി ഈ കളറായി കഴിയുമ്പോൾ നമുക്കിനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാനിൽ തന്നെ മിക്സിയിൽ അരച്ച കൂട്ട് ഒഴിച്ചതിന് ശേഷം അല്പം വെള്ളം ഒഴിക്കുക. ആ ജാറ് കഴുകി വെള്ളം ഒഴിച്ച് ഇനി നമ്മൾ കളറ് അല്പം കിട്ടാൻ വേണ്ടി മാത്രം ചേർക്കുന്നതാണ് ഈ കെച്ചപ്പ് 3 ടേബിൾ സ്പൂൺ. മറ്റു കളറുകളൊന്നും, റെഡ് കളറുകളൊന്നും ചേർക്കുന്നില്ല. ഇതിന് ശേഷം നമ്മളിനി ചിക്കനിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുമ്പോൾ വെള്ളം പറ്റി ഒരുവിധം തിക്കായിരിക്കണം. അല്പം തിക്കോട് കൂടിയതാണ് ഈ ബട്ടർ ചിക്കൻ ഇരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ ഇട്ടതിന് ശേഷം മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ഗരം മസാല പൗഡർ, ഗരം മസാലയ്ക്ക് ആവശ്യമുള്ള ചേരുവകളെല്ലാം എടുത്ത് വറുത്ത് പൊടിച്ചെടുത്തിരിക്കുന്നത്, അതാണ് കൂടുതൽ രുചി. ഇനി നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് മിൽക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തിളപ്പിക്കരുത്. ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യുക. ഇനി ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം മല്ലിയിലയും വേണമെങ്കിൽ കസൂരി മേത്തിയുടെ കുറച്ച് വിതറി കൊടുക്കാം. ഞാനിതിൽ മല്ലിയില മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് കസൂരി മേത്തി കുറച്ച് വിതറി കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഞാൻ റെഡ് കളർ ചേർത്ത് ആദ്യവും അവസാനവും വീഡിയോയുടെ അതിനുവേണ്ടി മാത്രം കുറച്ച് റെഡ് കളർ ചേർത്ത് വെച്ചിട്ടുണ്ട്. പലരും ഇത് കാണുമ്പോൾ വിചാരിക്കും ഈ കളറല്ല നമ്മുടെ ബട്ടർ ചിക്കന്.
അതിനു വേണ്ടി മാത്രമാണ് അല്പം റെഡ് കളർ ചേർത്തിരിക്കുന്നത്.